ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോളെ, എന്താ പരിപാടി? സ്കൂളില് ക്രിസ്മസ് ആഘോഷിക്കാൻ പ്ലാൻ. അതിന് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളും ബലൂണും പിന്നെ ക്രിസ്മസ് പപ്പയുടെ മാസ്കും എല്ലാം വാങ്ങാൻ പറഞ്ഞതാ. അത് നന്നായി. കുട്ടികൾക്ക് ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യാ. അവൾ ഇതിനകത്തില്ലെന്ന് ബോധ്യപ്പെടുമ്പോഴെങ്കിലും ഞങ്ങളായിരുന്നു ശരിയെന്ന് സമ്മതിക്കണം. ശരി, അവൾ ഇതിനകത്തുണ്ടെങ്കിലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടെങ്കിലല്ലേ അത് അപ്പ നോക്കാം. ആണോ? മാറിയേ. നോക്ക മോളെ, ദുർഗേ, മുത്തശ്ശിയാ, മോള് വാതിലോർക്ക്. മോളെ, ഞാൻ പറഞ്ഞില്ലേ അവൾ ഇതിനകത്തൊന്നും ഇല്ല. ദുർഗ, തുറന്നു തന്നെ. ദുർഗ. എന്താ മുത്തശ്ശി? നേരം എന്നെ എല്ലാരും വിളിക്കുന്നു. നീ എന്താ വാതില് തുറക്കാത്തത്? എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഗുളിക കഴിച്ചിട്ട് കിടന്നതുകൊണ്ട് ഉറങ്ങിപ്പോയി. വിളിച്ചിട്ട് കേട്ടില്ല. ഇപ്പൊ നിനക്ക് സമാധാനായോ? എന്താ മിണ്ടാത്തെ? ഇത്ര നേരം എന്തൊക്കെ പ്രസംഗമായിരുന്നു? നിങ്ങളൊക്കെ മനുഷ്യജന്മങ്ങൾ തന്നെയാണോ? എന്റെ വയറ്റിൽ തന്നെയാണോ നീ പറഞ്ഞത്? വേണ്ട മുത്തശ്ശി. എന്താ പ്രശ്നം? ഒന്നുമില്ല മോളെ, മോൾ ഉറങ്ങിക്കോ. ഇറങ്ങി നോക്കിക്കാതെ പോ. ഇറങ്ങി പോങ്ങോട്ട്. എന്താ മുത്തശ്ശി? എന്റെ പൊന്നു മോൾ ഉറങ്ങിക്കോ. ഉറങ്ങി കിടന്നോ. എന്നാലും ചിന്നുവിന് കിരൺ ചെയ്തു കൊടുത്ത ഉപകാരം എന്തായിരിക്കും? അതൊന്നാവില്ല. നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ആ ഉപകാരം ചെയ്തു കൊടുക്കായിരുന്നു. എടാ മഹി, എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഇനി എന്ത് ഉപകാരം ചെയ്യാൻ? എല്ലാം അവൻ ചെയ്തു കൊടുത്തില്ലേ? നീ എന്തൊക്കെയാ പിച്ചുമ്പയും പറയുന്നേ? അല്ല, ഞാൻ ആരംഭിച്ചു. ആർക്കപ്പേ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? നിനക്കെന്താ ഭ്രാന്തായോ? ഞാൻ ചോദിച്ചത് നാളെ എനിക്കൊരു ഉപകാരം ചെയ്യുവോന്ന്. എന്താ? നാളെ ആ കിരണിന്റെയും ദുർഗയുടെയും സ്കൂൾ വരെ ഒന്ന് പോണം. അവിടെന്തോ ക്രിസ്മസ് ഫംഗ്ഷൻ നടക്കുക. ഞാൻ നിന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. ഞാൻ പോവാ. നാളെ ഞാൻ ഫ്രീ ആണല്ലോ, ഞാൻ പോക്കോളാം. അച്ഛാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. നമുക്കിപ്പോ ഒരാളോട് വളരെ ചെറിയൊരു അടുപ്പം തോന്നിയെന്ന് വെച്ചോ. ശരി. അപ്പോ അവര് മറ്റുള്ളവരുടെ അടുപ്പം കാണിക്കുമ്പോ നമുക്ക് തോന്നുന്നൊരു ഫീലിംഗ് ഇല്ലേ? അതായത് അച്ഛാ, മനസ്സിലായി. അസൂയ. ഇപ്പൊ നീ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം അതാ. ഒരാളുടെ സ്നേഹം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വാശി പിടിക്കുന്ന അസൂയ കൂടിയ സ്വഭാവം. ഇംഗ്ലീഷിൽ പറഞ്ഞ പൊസസീവ്നെസ് എന്നൊക്കെ പറയും. ആരാ കക്ഷി? എന്ത്? ആളാരാണെന്ന് പറയണം. അയ്യേ, എനിക്കങ്ങനെയൊന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് സംശയം ചോദിച്ചപ്പോ ഞാൻ അച്ഛനോട് ചോദിച്ചതേ ഉള്ളൂ. നിന്റെ ഏത് ഫ്രണ്ട്? അത് അച്ഛനറിയില്ല. എന്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ടാ. അവരെയൊക്കെ എനിക്കറിയാമല്ലോ. അച്ഛനറിയാൻ വഴിയില്ല. എന്റെ ജൂനിയർ ആയിരുന്നു. മോനെ മഹി, നിന്റെ മുത്തശ്ശി, അതായത് എന്റെ അമ്മ, എന്നെ പ്രസവിക്കുമ്പോ
ഞാൻ ഇത്രയ്ക്ക് തടിയും പൊക്കവും പ്രായമൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് വളർന്ന ഞാൻ ഇത്രയായത്. അതായത് നിന്റെ ഈ പ്രായം കഴിഞ്ഞാണ് അച്ഛൻ ഈ പ്രായത്തിലോട്ട് വന്നതെന്ന് ഉദ്ദേശിച്ചത്. നിനക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാ നിന്റെ അച്ഛൻ ദാ ഇങ്ങനെ അങ്ങ് ഒതുങ്ങിയത്. മനസ്സിലായോ? മനസ്സിലായി. ആ, പിന്നെ ഒരു കാര്യം പറയാം. നമ്മൾ സ്നേഹിക്കുന്ന ആളോട് കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ആവാം. അത് അമിതമാകുമ്പോഴാണ് പ്രശ്നം. ആ, നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്. ഏത് ഫ്രണ്ട്? എടാ, എനിക്കറിയാത്ത കോളേജിൽ നിന്റെ ജൂനിയർ ആയിട്ടുള്ള ഫ്രണ്ട് ഇല്ലേ, അവനോട്. ഫ്രണ്ട് അത് ഞാൻ പറഞ്ഞേക്കാം. ആ, ശരി. അച്ഛനെന്തെങ്കിലും മനസ്സിലായി കാണൂ? ഇല്ല. കാണില്ല. ഓക്കെ, പറഞ്ഞതെല്ലാം വാങ്ങിച്ചോളൂ. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. കുട്ടികൾക്ക് സന്തോഷാവണം, അതിനു വേണ്ടിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ദുർഗ, ആ, എന്താ മോളെ, എന്താ പരിപാടി? സ്കൂളില് ക്രിസ്മസ് ആഘോഷിക്കാനാ പ്ലാൻ. അതിന് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളും ബലൂണും പിന്നെ ക്രിസ്മസ് പപ്പയുടെ മാസ്കും എല്ലാം വാങ്ങാൻ പറഞ്ഞതാ. അത് നന്നായി. കുട്ടികൾക്ക് ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യാ. മോളെ, ആ അമ്മ, ആ കുട്ടാ. കുട്ടേട്ടാ, അല്ല, കുട്ടനിത് എവിടെയായിരുന്നു? ഞാനേ ഒന്ന് വീട് വരെ പോയിരുന്നു. അല്ല, ഏ? എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നോ? അല്ലമ്മ, ഞാനേ ജോലിയുടെ ആവശ്യത്തിന് പോയതാണ്. ആ, അപ്പൊ ആ വഴിക്ക് ഒന്ന് കേറുന്നേ ഉള്ളൂ. അങ്ങനെ. ആ, വീട്ടിലെന്തുണ്ട് വിശേഷം? വീട്ടില് നല്ല വിശേഷം. ആഹാ. ഞാൻ ചെല്ലാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ കുട്ടാ. ഓ, തന്നെ തന്നെ. മുത്തശ്ശിക്ക് ആഹാരത്തിന് മുന്നേ കഴിക്കാൻ ഒരു ഗുളികയുണ്ട്, ഞാനത് എടുത്തിട്ട് വരട്ടെ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി മോളെ. ഞാൻ എടുത്തിട്ട് വരാം മുത്തശ്ശി. എന്തിന്? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും. അതിന് ആവതില്ലാത്ത കാലം വരുമ്പോ മോള് നോക്കിയാ മതി. കേട്ടാ? കുട്ടേട്ടാ, ആ, പോയ കാര്യം എന്തായി? മഹാദേവൻ എന്നൊരാളിന് വന്നിരിക്കുന്ന ലെറ്ററാണ്. അഡ്രസ് ഇന്ദ്രപ്രസ്ഥം.